എൻ്റെ ഈശോയാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ഈശോ അധികമായി ഇഷ്ടപ്പെടുന്നു, അഭിലഷിക്കുന്നു എന്ന് തിരുവചനം പറഞ്ഞു വയ്ക്കുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് അവിടുത്തെ അന്വേഷിക്കാം, അവിടുന്ന് പറയുന്നത് ചെയ്യാം. അതാണല്ലോ പരിശുദ്ധ അമ്മ പറഞ്ഞത്, അവൻ പറയുന്നത് ചെയ്യുക എന്ന്. അവൻ പറയുന്നത് നമ്മൾ ഈ ലോകത്തിനു വേണ്ടി ജഡിക താൽപ്പര്യങ്ങളോടെ അന്വേഷിക്കാതെ സ്വർഗീയ രാജ്യത്തിലേക്ക് നിക്ഷേപങ്ങൾ കരുതി ആത്മാവിനു വേണ്ടി അധ്വാനിക്കുവിൻ, ആത്മീയ ജീവനു വേണ്ടി. പരിശുദ്ധ കത്തോലിക്ക സഭയിലെ എല്ലാ സ്ഥാപക പിതാക്കന്മാരും ഓരോ സ്ഥാപനവും തുടങ്ങിയിരിക്കുന്നത് ഇതേ ലക്ഷ്യത്തോടെയാണ്. എന്നാൽ അതിൻ്റെ അനുയായികൾ കുറേ കഴിയുമ്പോൾ അതിൽ നിന്നും വ്യതിചലിച്ച് ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു തുടങ്ങുകയും ദൈവപരിപാലനയിലെ വിശ്വാസം പരിപൂർണമായി നശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പടുത്തുയർത്തുന്ന കെട്ടിടങ്ങളും പടുത്തുയർത്തുന്ന സ്ഥാപനങ്ങളും ഇന്ന് അനവധിയുണ്ട്. നമ്മുടെ പൂർവികരെ പോലെ, പൂർവ്വപിതാക്കന്മാരെ പോലെ നമുക്കും ദൈവപരിപാലനയിൽ ആശ്രയബോധമുള്ളവരായി വിശ്വസിക്കുന്നവരായി മുന്നോട്ട് നീങ്ങാൻ പരിശുദ്ധാത്മകൃപ ധാരാളമായി ഈ നോമ്പുകാലത്ത് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. അതിന് വേണ്ടിയുള്ള നിയോഗങ്ങൾ എല്ലാ കുർബാനയിലും നമുക്ക് സമർപ്പിക്കാം. പണത്തിനു വേണ്ടി അലയുന്ന സ്വഭാവം നമുക്ക് നീക്കിവെക്കാം. ജോലിക്കും സ്വത്ത് സമ്പാദനത്തിനും വേണ്ടി നമ്മുടെ ജീവിതം പാഴാക്കാതിരിക്കാം. ദൈവത്തിനു വേണ്ടി എല്ലാം ഉപേക്ഷിക്കുമ്പോൾ, അധ്വാനിക്കുമ്പോൾ അവിടുന്ന് 100 ഇരട്ടിയായി തിരിച്ചു തരുമെന്ന് പറഞ്ഞില്ലേ? എങ്ങനെ തരുമെന്ന് നമുക്കറിയില്ലാത്തതുകൊണ്ട് നാം പരിഭ്രാന്തരാകുന്നു, ഉത്കണ്ഠപ്പെടുന്നു. നാളത്തെ വിശുദ്ധ ബലിയിലെ സമർപ്പണത്തിൽ നമുക്ക് നമ്മുടെ ബലഹീനതകളെ നൽകാം. ലൗകിക കാര്യങ്ങളിൽ മനസ്സുവെച്ച ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ മനസ്സുവെക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.